إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. അല്ലാഹുവിന്റെ അളവറ്റ അനുഗ്രഹത്താൽ അനുഗ്രഹീത റമദാൻ മാസത്തിന്റെ 16 ദിവസങ്ങൾ പിന്നിട്ട് 17-ാം രാവിലേക്ക് നാം എല്ലാവരും കടക്കാൻ പോകുകയാണ്. ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവവും ഭാവി കാലത്തേക്കുള്ള ഒരു വഴിവിളക്കുമാണ് ബദർ യുദ്ധം. അത് റമദാൻ 17-നാണ് നടന്നത്. ബദർ യുദ്ധം ചരിത്രത്തിലെ ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, മറിച്ച് ലോക ചരിത്രത്തിൽ ധാരാളം പ്രാവശ്യം ആവർത്തിക്കുകയും ഇനിയും ആവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സൂചികയാണ് ബദർ സംഭവമെന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് എല്ലാം ഉണ്ടായിട്ടും പരാജയപ്പെട്ടു പോയ നിഷേധികളുടെ വൻ സൈന്യം, മറുഭാഗത്ത് ഒന്നുമില്ലാതിരുന്നിട്ടും ജയിച്ചുയർന്ന വിശ്വാസികളുടെ കൂട്ടം. പക്ഷേ നിഷേധികൾക്കെല്ലാം ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരിക്കേണ്ട ഗുണമായ സത്യവിശ്വാസവും സൽക്കർമ്മവുമില്ലായിരുന്നു. സത്യവിശ്വാസികൾക്കൊന്നുമില്ലായിരുന്നെങ്കിലും അടിസ്ഥാനപരമായിട്ടുണ്ടാകേണ്ട സത്യവിശ്വാസവും സൽക്കർമ്മവും ഉണ്ടായിരുന്നു. ഇവിടെയാണ് ബദർ യുദ്ധത്തിന്റെ വിജയം മഹാന്മാരായ സഹാബികൾക്ക് നേടാനായത്. പരിശുദ്ധ ഖുർആനിലെ അൽ അൻഫാൽ എന്ന അധ്യായത്തിൽ അല്ലാഹു ബദർ യുദ്ധത്തിന്റെ പശ്ചാത്തലവും അതിന്റെ സംഭവവും ഗുണപാഠവും വളരെയധികം ആഴം നിറഞ്ഞ നിലയിൽ വിവരിച്ചിട്ടുണ്ട്. അല്ലാഹു ഈ സൂറത്തിലൂടെ അറിയിക്കുന്നു, തുടക്കത്തിൽ തന്നെ പറയുന്നു, ബദർ എന്ന് പറയുന്നത് ഇനിയും ആവർത്തിക്കേണ്ട ഒരു വിശ്വാസിയുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും സാമൂഹ്യ മേഖലയിലും രാഷ്ട്രീയ മണ്ഡലത്തിലും നിരന്തരം ആവർത്തിക്കേണ്ട ഒരു പ്രക്രിയയുടെ പേരാണ്. അതുകൊണ്ട് നിങ്ങൾ ബദരീങ്ങളെ പറ്റി പഠിക്കുകയും അവരെ പകർത്തുകയും അവരെ പ്രചരിപ്പിക്കുകയും വേണം. ആരാണ് ബദരീങ്ങൾ? അല്ലാഹു പറയുന്നു, അവർക്ക് അടിസ്ഥാനപരമായ 3 ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്ന് അൽ ഈമാൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹു വജിലത് ഖുലൂബുഹും. അടിയുറച്ച പ്രകാശപൂരിതമായ മനസ്സിൽ വേരുറച്ച് ജീവിതത്തിൽ മുഴുവനും പ്രകടമാകുന്ന വൈകാരികമായ വിശ്വാസം അവർക്കുണ്ടായിരുന്നു. അല്ലാഹ് എന്ന് പറയപ്പെട്ടാൽ അവരുടെ മനസ്സ് സ്നേഹം കൊണ്ടും ഭയം കൊണ്ടും വിറയ്ക്കുമായിരുന്നു. പടച്ചവന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കുമായിരുന്നു. അവർ പടച്ചവരിലെല്ലാം ഭരമേൽപ്പിക്കുമായിരുന്നു. ഇതാണ് ബദരീങ്ങളുടെ ഒന്നാമത്തെ ഗുണം.
അവരുടെ രണ്ടാമത്തെ ഗുണത്തെപ്പറ്റി പറയുന്നു, വല്ലദീന യുഖീമൂന സ്വലാഹ്, അവർ നമസ്കാരം കൃത്യമായി നിർവഹിച്ചിരുന്നു. നമസ്കാരമെന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന നമസ്കാരവും പടച്ചവനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവർ പരിപൂർണമായി നിർവഹിച്ചിരുന്നു. അവരുടെ ജീവിതത്തിന്റെ ലക്ഷ്യമാക്കി നമസ്കാരത്തിന്റെ ഗുണങ്ങളെ അവർ മാറ്റിയിരുന്നു. അവരുടെ ജീവിതം കറങ്ങിയിരുന്നത് നമസ്കാരത്തിന് ചുറ്റുമാണ്. അവർ നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ കാണിച്ചിരുന്നു. വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. അവരുടെ മൂന്നാമത്തെ ഗുണം, അവരധികമായി ദാനധർമ്മങ്ങൾ ചെയ്തിരുന്നു. സമ്പന്നരായ ആളുകൾ സക്കാത്ത് കൊടുത്തിരുന്നു. സാധുക്കളായ ആളുകളും അവരോട് മത്സരിച്ചിരുന്നു. അവരും ദാനധർമ്മങ്ങളിൽ മുന്നേറാൻ പരിശ്രമിച്ചിരുന്നു. അള്ളാഹു പറയുന്നു, ഇതാണ് ബദരീങ്ങളുടെ 3 പ്രധാനപ്പെട്ട ഗുണങ്ങൾ. ഇത് എന്നെല്ലാം മുസ്ലിം വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സമൂഹത്തിലുണ്ടാകുമോ അപ്പോഴെല്ലാം അവർ വിജയിക്കും. എപ്പോഴെല്ലാം ഇതിൽ കുറവ് സംഭവിക്കുമോ അല്ലെങ്കിൽ പാടെ ഇല്ലാതാകുമോ അവിടെയെല്ലാം സമുദായം പരാജയപ്പെടും. ഇന്നത്തെ കാലഘട്ടം വലിയ സങ്കീർണമായ കാലഘട്ടമാണ്. നമ്മുടെ നാട്ടിലും വിദേശത്തും എല്ലാ സ്ഥലങ്ങളിലും വലിയ പ്രശ്നങ്ങൾ പൊന്തിക്കൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ബദറിന്റെ സംഭവം ഈ സമയത്ത് നാം സ്വീകരിക്കേണ്ട നടപടിക്രമത്തെപ്പറ്റി വ്യക്തമായി പറയുകയാണ്. ആദ്യമായി വിശ്വാസം ശരിയാക്കണം. ഇത് കേൾക്കുമ്പോൾ നമുക്ക് വിശ്വാസമില്ലേ എന്ന് ചോദിക്കും. വിശ്വാസമുണ്ട്. ഒരു വ്യക്തിയുടെ കയ്യിൽ 5 പൈസ ഇരിക്കുന്നു, അവൻ പണക്കാരൻ തന്നെയാണ്, പക്ഷെ അതുകൊണ്ട് ഒരു ഗ്ലാസ് ചായ പോലും മേടിച്ചു കുടിക്കാൻ പറ്റുകയില്ല. വിശ്വാസം നമുക്കുണ്ട്. സഹാബാക്കളുടെ വിശ്വാസം പോലെയുള്ള വിശ്വാസമാക്കണം. ആമിനു കമാ ആമനന്നാസ്. സഹാബികളുടെ വിശ്വാസം പോലെ അല്ലാഹ് എന്ന് കേട്ടാൽ മനസ്സ് ത്രസിക്കുന്ന, അതുപോലെ തന്നെ പടച്ചവന്റെ വചനങ്ങൾ പാരായണം ചെയ്യുകയും അതിലൂടെ പരിവർത്തനവും ഉണ്ടാകുന്ന, എല്ലാ കാര്യങ്ങളും പടച്ചവനിൽ ഭരമേൽപ്പിക്കുന്ന വിശ്വാസം നമ്മളിൽ ഉണ്ടായിത്തീരണം. ആ ഈമാനിന്റെ കാര്യങ്ങൾ പറയണം, ഈമാനിന്റെ കാര്യങ്ങൾ കേൾക്കണം, ഈമാനിന്റെ കാര്യങ്ങൾ എഴുതണം, വായിക്കണം. ഈമാനുമായി ബന്ധപ്പെട്ട പരിശ്രമം നമ്മൾ നടത്തണം. രണ്ടാമത്തെ കാര്യം, നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം. നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ വേണം. ആളുകൾ പരിഹസിക്കാറുണ്ട്, യുദ്ധത്തിനിടയിൽ നമസ്കാരമെന്നോ. അത് യുദ്ധത്തിനിടയിൽ തന്നെയാണ് നമസ്കാരം. പ്രശ്നം നമസ്കാരത്തിലൂടെ പരിഹരിക്കാൻ പറ്റുമെന്നോ? നമസ്കാരത്തിലൂടെ തന്നെയാണ് പരിഹരിക്കാൻ സാധിക്കുക, യാതൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, യുദ്ധത്തിന്റെ സമയത്ത് പോലും നമസ്കരിക്കണമെന്ന് മാത്രമല്ല, ജമാഅത്തായി നമസ്കരിക്കണം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജമാഅത്തായി നമസ്കരിക്കുകയും ചെയ്തു. അതുകൊണ്ട് നമസ്കാരത്തിൽ വലിയ ശ്രദ്ധ വേണം. ഇന്നും സമുദായത്തിന് നമസ്കാരത്തിൽ വലിയ വീഴ്ചയുണ്ട്. ബദരീങ്ങളെ സഹായിച്ചതുപോലെ എന്തുകൊണ്ട് പടച്ചവനെ സഹായിക്കുന്നില്ല എന്ന് സമുദായം ചോദിച്ചുകൊണ്ട് നടക്കുകയാണ്. മസ്ജിദുകളെല്ലാം മനോഹരമായി, പക്ഷേ നമസ്കാരത്തിന്റെ ഗുണം വളരെ കുറഞ്ഞിരിക്കുന്നു. വീടുകളെല്ലാം മനോഹരമായി, സൗകര്യപൂർണമായി, പക്ഷേ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ വളരെ കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമസ്കാരത്തിൽ ശ്രദ്ധ വേണം. നമസ്കാരത്തിന്റെ വിഷയത്തിൽ രണ്ടാമതായി നമ്മൾ ഗൗനിക്കേണ്ട കാര്യം, നമ്മൾ ആ നമസ്കരിക്കുന്ന നമസ്കാരം അത് കഴിവിന്റെ പരമാവധി നന്നാക്കാൻ പരിശ്രമിക്കണം. നമസ്കാരത്തിന്റെ രൂപം, നമസ്കാരത്തിന്റെ പാരായണം, നമസ്കാരത്തിന്റെ മാനസികാവസ്ഥ, ഇതെല്ലാം നന്നാക്കുമ്പോഴാണ് ഇഖാമത്തുസ്സലാ ഉണ്ടാകുന്നത്. മഹാന്മാരായ സഹാബികൾ അങ്ങനെയുള്ള നമസ്കാരം നമസ്കരിച്ച് കാണിച്ചിരുന്നു. ഇന്നും ബദർ മൈതാനത്തിന്റെ അരികിൽ ഒരു മസ്ജിദുണ്ട്, മസ്ജിദുൽ അരീഷ്. അവിടെയാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നേ ദിവസം രാത്രി മുഴുവനും നമസ്കാരത്തിലും സുജൂദിലും നിലവിളിയിലും ദിക്റിലും ദുആയിലും കഴിഞ്ഞത്. അത് കണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഉറപ്പ് വന്ന് പടച്ചവന്റെ സഹായമുണ്ടാകും. അദ്ദേഹം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വസിപ്പിക്കുകയുണ്ടായി. സഹാബികൾ മുഴുവനും 4 ഭാഗത്തും ചിതറി നമസ്കാരത്തിൽ ദിക്റിലും ദുആയിലുമായി കഴിഞ്ഞു. അതിനുശേഷമാണ് ബദറിന്റെ പോരാട്ടം നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമസ്കാരത്തിൽ ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യം സക്കാത്താണ്, ദാനധർമ്മമാണ്. ദാനധർമ്മത്തിനും മഹാന്മാരായ സഹാബികൾ മുന്നിട്ട് നിന്നു.
അവരുടെ സമ്പത്ത് മുഴുവനും ദീനിനു വേണ്ടി കൊടുത്തു. അവരുടെ ജീവിതവും ദീനിനു വേണ്ടി സമർപ്പിക്കുകയുണ്ടായി. അവരുടെ വികാര താൽപര്യങ്ങളും ദീനിനു വേണ്ടി സമർപ്പിച്ചു. 3 സമർപ്പണമായിരുന്നു മഹാന്മാരായ സഹാബികൾ നടത്തിയത്. അവരുടെ സമ്പത്തും കൊടുത്തു, അവരുടെ ജീവനം കൊടുത്തു, അവരുടെ വികാര താൽപര്യങ്ങളും ദീനിനു വേണ്ടി അടിയറ വെച്ചു. അവർ ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. നമസ്കാരത്തിന്റെ അതേ ഗൗരവമാണ് അവർ ദാനധർമ്മത്തിന് കൊടുത്തിരുന്നത്. ദാനധർമ്മത്തിന്റെ വിഷയത്തിൽ അവർ ശ്രദ്ധിച്ചിരുന്നത്. പക്ഷേ സഹോദരങ്ങളെ, ദാനധർമ്മത്തിന്റെ വിഷയത്തിലും നമ്മൾ ഇന്ന് വളരെ വേദനയോടുകൂടി പറയേണ്ടിയിരിക്കുന്ന സമുദായത്തിൽ വലിയൊരു വിഭാഗത്തിന് ദാനധർമ്മത്തെപ്പറ്റി ചിന്തയേയില്ല. എനിക്ക് സക്കാത്ത് നിർബന്ധമുണ്ടോ എന്ന് പോലും ചിന്തയില്ല. എനിക്കാകപ്പാട് കുറെ സമ്പത്ത് ഉണ്ട്, കുറെ സമ്പത്ത് ദൂർത്തടിക്കാനുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യ കല്യാണം കെങ്കേമമായി നടത്താനുണ്ട്, വളരെ പ്രധാനപ്പെട്ട വലിയൊരു വീട് പണിയാനുണ്ട്. എന്റെ സമ്പത്ത് അത് അല്ലാഹു തആല എന്നെ ഏൽപ്പിച്ചിരിക്കുന്നു, സാധുക്കളായ ആളുകൾക്കും എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട് എന്ന ചിന്ത പോലും സമുദായത്തിൽ വലിയൊരു വിഭാഗത്തിന് അറിവില്ല. മറുഭാഗത്ത് സക്കാത്ത് കൊടുക്കുന്നവർ, ദാനധർമ്മം ചെയ്യുന്നവരാകട്ടെ അതിൽ ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തുന്നില്ല. അതിൽ വളരെ വേദനയോടുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്നെപ്പോലെയുള്ള ഇമാമുകളും ഖത്തീബുമാരും അതുപോലെ മസ്ജിദ് ഭാരവാഹികളും ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നത് എന്നതിൽ വലിയ സംശയമുണ്ട്. ജനങ്ങളോട് പോയി മര്യാദയ്ക്ക് നേരെ ചൊവ്വെ സമ്പത്ത് പിരിക്കാൻ മടി കാണിക്കുന്ന കമ്മിറ്റിക്കാര് ഓരോ പരിപാടികൾ നടത്തി ജനങ്ങളുടെ സമ്പത്ത് കൊള്ളയടിക്കുകയും പാഴായ നിലയിൽ പാഴാക്കുകയും ചെയ്യുന്നു. അതിലെല്ലാം ഉപരി അവർ സക്കാത്തിന് തടസ്സം നിൽക്കുകയാണ്. സക്കാത്തിന് വലിയ തടസ്സം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് സമുദായത്തിന്റെ ചിത്രം എന്താണ്? ധാരാളം പിരിവുകളും അതുപോലെ ധാരാളം പരിപാടികൾക്ക് വേണ്ടി സമ്പത്തുകളും പാഴാക്കുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട പട്ടണങ്ങളിലെ വലിയ വലിയ മസ്ജിദുകളിലെ ബോർഡ് നമ്മൾ ശ്രദ്ധിച്ചാൽ വേദന വരും. അടുത്ത് തന്നെ ആ ബോർഡുകൾ ഗ്രാമങ്ങളിലേക്കും വരും. കാരണം നന്മകളൊന്നും പകർത്താൻ ഇവിടെ ആരുമില്ല. കഴിവിന്റെ പരമാവധി തിന്മകളും അനാചാരങ്ങളും വേണ്ടാത്ത കാര്യങ്ങളും പകർത്താൻ വലിയ താൽപര്യമാണ്. റമദാൻ മാസത്തെ പ്രധാനപ്പെട്ട ചെലവുകളുള്ള കാരണത്താൽ ഇവിടെ മറ്റ് പിരിവുകൾ മുഴുവനും നിരോധിച്ചിരിക്കുന്നു. എന്നിട്ട് റമദാന്റെ ചെലവെന്താണ്? 100-150 പേര് നമസ്കരിക്കാൻ അത്രയൊന്നും ആളില്ല. ആ പള്ളിയുടെ ചുറ്റുഭാഗം എടുത്ത 100-150 പേര് വരുന്നവർക്ക് കഞ്ഞി 10,000 രൂപ. അതിനുശേഷം പൊറോട്ടയും ഇറച്ചിയും പൊറോട്ടയും പച്ചക്കറിയും 20,000 രൂപ, പൊറോട്ടയും ബീഫും 30,000 രൂപ, പൊറോട്ടയും ആടും അത് 40,000 രൂപ. ഇതിന്റെ പിരിവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ അക്രമമാണ് കാണിക്കുന്നത്! ആരുടെയെങ്കിലും മുമ്പിൽ കൊണ്ടുപോയി 10,000 ഉണ്ട്, 20,000 ഉണ്ട്, 30,000 ഉണ്ട്, 40,000 ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യതയുള്ളവർ 40,000 തെരഞ്ഞെടുക്കുകയുള്ളൂ. കേരളത്തിലെ പല മഹല്ലുകളിലും ആഹാരം പാഴായിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ ധാരാളം സ്ഥലങ്ങളിൽ ജനങ്ങൾ ആഹാരം വേണ്ട എന്ന് പറയുന്നു, കഴിച്ച് മടുത്തു എന്ന് പറയുന്നു. എന്തൊരു ക്രൂരതയാണ് ഈ കാണിക്കുന്നത്! അതേ കേരളത്തിൽ തന്നെയാണ് മറുഭാഗത്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. 100-ൽ പരം കിതാബുകൾ എഴുതിയ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന് വീട് മുഴുവനും വിറ്റ് ഇല്ലായ്മ ചെയ്ത്, അതുപോലെ തന്നെ അദ്ദേഹം ക്യാൻസർ ബാധിച്ച് അദ്ദേഹത്തിന് ചികിത്സിക്കാൻ വഴിയില്ലാതെ സമുദായത്തിന് മുന്നിൽ ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്നു. വലിയ അക്രമമാണ് ഈ സമയത്ത് കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ മഹല്ല് കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത് എന്തായിരുന്നു? ഒരു സാധാരണ നോമ്പുതുറ കൊണ്ട് കാര്യം അവസാനിപ്പിക്കും. ഇന്നെന്താ നോമ്പുതുറ? 3 നോമ്പുതുറയാണ് ആൾക്കാർ ചെയ്യുന്നത്. 1 പള്ളിയിൽ കെങ്കേമമായിട്ട് പൊറോട്ടയും ഇറച്ചിയും, 2 വീട്ടിൽ പോയി പാവപ്പെട്ട ഭാര്യയെ കൊണ്ട് കഠിന ജോലി ചെയ്യിപ്പിച്ച് അവിടെയുള്ള മൃഷ്ടാന ഭോജനം, പിന്നീട് ഏതെങ്കിലും പ്രധാനപ്പെട്ട കടകളിൽ പോയി അവിടെ പോയി തീറ്റി. ഇങ്ങനെ തീറ്റപ്പണ്ടാരങ്ങളുമായി ബന്ധപ്പെട്ട് സമുദായം റമദാൻ മാസത്തിൽ സമ്പത്ത് മുഴുവനും തുറച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് മഹല്ലുകൾ നേതൃത്വം നൽകുന്നത് ക്രൂരതയാണ്, അക്രമമാണ്. യഥാർത്ഥത്തിൽ മഹല്ല് കമ്മിറ്റിക്കാർ ചെയ്യേണ്ടത് എന്താണ്? ഒരു സദക്കയുടെ സെല്ല് രൂപീകരിക്കണം. ദാനധർമ്മത്തിന്റെ ഒരു ചെറിയ ജമാഅത്തിനെ എടുക്കണം. അവർ ഒരു ഭാഗത്ത് കറങ്ങി നടന്ന് മഹല്ലിൽ ദാനധർമ്മങ്ങൾ ചെയ്യാൻ നിർബന്ധമായ അല്ലെങ്കിൽ കഴിവുള്ള ആളുകളെ കണ്ടെത്തി അവരെ അതിനുവേണ്ടി പ്രേരിപ്പിക്കണം. മറുഭാഗത്തവർ മഹല്ല് മുഴുവനും നടന്ന് ദാരിദ്ര്യത്തിൽ കഴിയുന്ന, പട്ടിണിയിൽ കഴിയുന്ന പാവത്തങ്ങളെ കണ്ടെത്തണം. പാവത്തങ്ങളില്ല എന്ന ഇന്ന് ആൾക്കാർ പറയുന്നത്. ശരിക്കും ആളുകളുണ്ട്, കണ്ണു തുറന്ന് നോക്കാൻ കണ്ണുണ്ടാകണം. കഴിക്കാൻ ആഹാരമില്ലാതെ വീർപ്പ് മുട്ടുന്ന, അതുപോലെ സ്കൂളിൽ പഠിക്കാൻ ഫീസ് കൊടുക്കാൻ കഴിവില്ലാതെ പ്രയാസപ്പെടുന്ന, അതുപോലെ തന്നെ കഠിനമായ പട്ടിണിയിലും പരിവട്ടത്തിലും കഴിഞ്ഞ് രോഗപീഠയേറ്റ സാധുക്കളായ ധാരാളം ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്.
അവരെ കണ്ടെത്തി അതിനുശേഷം അതുപോലെ തന്നെ വിദേശത്ത് നിന്നും നമ്മുടെ നാടിന് വെളിയിൽ നിന്നും പിരിവിന് വേണ്ടി വരുന്നവർ അവരെപ്പറ്റി പഠനം നടത്തിക്കൊണ്ട് എന്നിട്ട് സമ്പന്നരായ ആളുകളെ മൂന്നാമതായി കണ്ട് ഇത്രയും ആളുകൾക്ക് ദാനധർമ്മം ചെയ്യേണ്ട അർഹരായ ആളുകളാണ്, നിങ്ങൾ എത്ര പേരെ തിരഞ്ഞെടുക്കും? ഞാൻ 5 പേരുടെ കാര്യം നോക്കാം. താങ്കൾ എത്ര പേരെ നോക്കും? ഞാൻ 3 പേരുടെ കാര്യം നോക്കാം. താങ്കൾ എത്ര പേരുടെ കാര്യം നോക്കും? ഞാൻ 5 പേരുടെ കാര്യം നോക്കാം. അല്ലെങ്കിൽ ഞാൻ താങ്കളെ പൈസ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞ് വ്യവസ്ഥാപിതമായി സക്കാത്തിന്റെ സദഖയുടെ ഒരു പ്രവർത്തനം നടത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. അതിനു പകരം റമദാൻ മാസത്തിൽ ഇങ്ങനെയുള്ള ചെലവുകൾ, വേറൊരു പള്ളിയിൽ പോയി സുബ്ഹാനല്ലാഹ് 3 നിലയുള്ള പള്ളിയാണ്, അതിന് മുകളിൽ 2 ഒരല്പവും കൂടി കെട്ടി ഒരു 2 മുറി ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഒന്നാം തരം മിനാരമാകുമായിരുന്നു. അതിനു പകരം പള്ളിയുടെ പുറത്ത് ഭൂമി തുളച്ച് അവിടെ നിന്ന് വലിയ മിനാര കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ബോർഡ് എഴുതി വെച്ചിരിക്കുന്നു, മിനാരത്തിന്റെ പണി നടക്കുന്ന കാരണത്താൽ ഇവിടെ മറ്റ് പിരിവുകളൊക്കെ നിരോധിച്ചു. നാളെ പടച്ചവനോട് എന്ത് മറുപടി പറയും ഇവർ? ദീൻ പഠിപ്പിക്കുന്ന മദ്രസകൾക്ക് സമ്പത്ത് ലഭിക്കുന്നില്ല, ഉസ്താദന്മാർക്ക് ശമ്പളം കൊടുക്കാൻ സാധിക്കുന്നില്ല, പാവപ്പെട്ട മുത്തഅല്ലിമീങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നില്ല. അവർ കറങ്ങി നടക്കുകയാണ് നമ്മുടെ നാടുകളിൽ തന്നെ. ഇതിനുള്ള പരിഹാരം ഒന്നുകിൽ കമ്മിറ്റിക്കാർ ഇങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വളരെ വ്യക്തമായി പറയുന്നു, ഇത്തരം കമ്മിറ്റിക്കാരുമായി സഹകരിക്കാൻ പാടില്ല. നമ്മളെ പിശുക്കലെന്ന് വിളിച്ചുകൊള്ളട്ടെ, ഇത്തരം ആളുകളുമായി സഹകരിക്കരുത്. മറിച്ച് അള്ളാഹു നൽകിയ സമ്പത്തുമായി നിങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങി ജനങ്ങളെ പോയി കാണുൻ, മദ്രസകളെ പോയി കാണുൻ. എന്നിട്ട് മദ്രസകൾക്ക് ആവശ്യമായ സമ്പത്ത് കൊടുക്കും. ആളുകൾക്കും പരാതി ഞങ്ങളെ പറ്റിയുണ്ട്, മദ്രസകൾ സമ്പത്ത് തെറ്റായി ചെലവഴിക്കുന്നു. അത് മാറാനുള്ള വഴിയുമാണ്. ഉസ്താദ് മര്യാദയ്ക്ക് പാഠങ്ങൾ എടുത്തുകൊണ്ടിരിക്കും, ഞങ്ങൾ മദ്രസയുടെ ആവശ്യം കറങ്ങി കിടക്കും. ബാത്റൂമുകൾ പോയി നോക്കിൻ, എന്നിട്ടത് വൃത്തിയാക്കി കൊടുക്കിൻ. അവർ കിടക്കുന്ന സ്ഥലങ്ങൾ പോയി നോക്കിൻ, ഒരു മുറികൾ പണിതു കൊടുക്കിൻ. അല്ലെങ്കിൽ അവർ കഴിക്കുന്ന ആഹാരം പോയി രുചിച്ചു നോക്കിൻ, എന്നിട്ട് അവർക്ക് നല്ല ആഹാരങ്ങൾ വെച്ചു കൊടുക്കിൻ. ചുരുക്കത്തിൽ സഹോദരങ്ങളെ, ദാനധർമ്മം ബദരീങ്ങളുടെ പ്രധാനപ്പെട്ട ഗുണമാണ്. ഈ ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കണം. ഇതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. അല്ലാഹു തആല ഖുർആനിൽ കൂടി അറിയിക്കുന്നു, ബദർ ഒരു സംഭവമല്ല, ഹിജ്റ 2-ാം വർഷം റമദാൻ 17-ന് നടന്ന് അങ്ങനെ അവസാനിച്ചു പോയ ഒരു സംഭവമല്ല. ആദം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടം വരെ, ആദരവായ റസൂലിന്റെ കാലഘട്ടം മുതൽ ഇന്ന് ഈ വെള്ളിയാഴ്ച വരെയും എന്നല്ല, ഇന്നു മുതൽ ഖിയാമത്ത് നാൾ വരെയും ഓരോ വ്യക്തികളിലും ഓരോ കുടുംബങ്ങളിലും ഓരോ മഹല്ലുകളിലും മുഴുവൻ മുസ്ലിം സമുദായത്തിലും നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു പ്രക്രിയയുടെ പേരാണ് ബദർ എന്ന് പറയുന്നത്. യസ്അലൂനക അനിൽ അൻഫാൽ, അവർ ചോദിക്കുന്നു ബദറിൽ ലഭിച്ചതായ സമ്പത്ത് എങ്ങനെയാണ് ചെലവഴിക്കേണ്ടത്. ഖുലിൽ അൻഫാലു ലില്ലാഹി വർ റസൂൽ, പ്രവാചകരെ താങ്കൾ പറയിൻ, സമ്പത്തിന്റെ കാര്യം പടച്ചവൻ തീരുമാനിക്കും, പടച്ചവന്റെ ദൂതൻ തീരുമാനിക്കും. പക്ഷെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇനിയും ബദർ നടത്താനാണ്, ബദർ സംഭവിക്കാനാണ്. ഫത്തഖുല്ലാ, ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സൂക്ഷ്മത മുറുകെ പിടിക്കൻ, ഭയഭക്തി മുറുകെ പിടിക്കൻ, പടച്ചവനോടുള്ള കടമകൾ പാലിക്കൻ, നിങ്ങൾ ദീനിന്റെ കാര്യങ്ങൾ ശ്രദ്ധകൾ പുലർത്തിൻ. വാസ്ലിഹു ദാത ബൈനിക്കും, നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ നന്നാക്കിൻ. വാസ്ലിഹു ദാത ബൈനിക്കും വാതീഉല്ലാഹ വറസൂലഹു ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അല്ലാഹുവിനെയും റസൂലിനെയും വഴിപ്പെട്ട് ജീവിക്കൻ. നിങ്ങൾക്ക് പടച്ചവന്റെ കരുണ സംഭവിക്കുന്നതാണ്, പടച്ചവന്റെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. അതുകൊണ്ട് സഹോദര സഹോദരി, ഈ 3 തീരുമാനം നമ്മൾ എടുക്കൻ. ബദരീങ്ങളുടെ ഗുണം ഉണ്ടാക്കിയെടുക്കൻ. 1 ഈമാൻ ഉണ്ടാക്കിയെടുക്കൻ, 2 നമസ്കാരത്തിന് ശ്രദ്ധ കാണിക്കൻ, 3 ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കൻ. ഈ നമസ്കാരത്തെപ്പറ്റിയും സക്കാത്തിനെ പറ്റിയും പറഞ്ഞതുപോലെ നമസ്കാരം നമ്മൾ ജമാഅത്തായി നിർവഹിക്കൻ, സമയം ഗൗനിച്ച് നമസ്കരിക്കൻ, നമ്മുടെ മസ്ജിദുകളെ നമ്മൾ സജീവമാക്കൻ. അതുപോലെ തന്നെ ദാനധർമ്മത്തിന് ശ്രദ്ധിക്കൻ. നമ്മൾ ദാനധർമ്മം ചെയ്യേണ്ടതുപോലെ ചെയ്യൻ. അർഹരായ ആളുകളെ കണ്ടെത്തി നമ്മൾ സക്കാത്ത് കൊടുക്കൻ, സദഖ കൊടുക്കൻ, അതിനുവേണ്ടി പരിശ്രമിക്കൻ, കൂടിയാലോചിക്കൻ. അള്ളാഹു പറയുന്നു, ഈ 3 ഗുണങ്ങൾ മഹാന്മാരായ ബദരീങ്ങൾ ഉണ്ടാക്കിയെടുത്തപ്പോൾ ഉലൈക ഹുമുൽ മുഅ്മിനൂന ഹഖ, ആകാശത്തിന്റെ ഉന്നതങ്ങളിൽ നിന്നും അവരെപ്പറ്റി പ്രകീർത്തനമുണ്ടായി. യഥാർത്ഥ വിശ്വാസികൾ ഇവർ തന്നെയാണ്. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം വമഗ്ഫിറത്തുൻ വറിസ്ഖുൻ കരീം. 3 ഗുണങ്ങളുണ്ടായപ്പോൾ 3 ഫലങ്ങൾ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. 1, ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം, പടച്ചവന്റെ അരികിൽ അവർക്ക് ഉന്നത സ്ഥാനങ്ങളുണ്ട്. ബദരീങ്ങൾ ഇന്നും വാഴ്ത്തപ്പെടുന്നു, ഇന്നും പുകഴ്ത്തപ്പെടുന്നു, ഇന്നും പ്രകീർത്തിക്കപ്പെടുന്നു. ലോക ചരിത്രത്തിന്റെ ഉയർന്ന വ്യക്തിത്വങ്ങളായിട്ട് അവർ വാഴുന്നു. ലഹും ദറജാത്തുൻ ഇൻദ റബ്ബിഹിം,
വമഗ്ഫിറത്തുൻ, പടച്ചവന്റെ പൊരുത്തവും പ്രീതിയുമുണ്ട്. അവരുടെ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല മാപ്പാക്കിയിരിക്കുന്നു. വരിസ്ഖുൻ കരീം, അവർക്ക് ഉന്നതമായ വിഭവങ്ങളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ബദർ ഇനി കാത്തിരിക്കുകയാണ്, പ്രതീക്ഷിച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ബദരീങ്ങളുടെ ഗുണമുണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു അതിൽ പങ്കെടുത്ത എല്ലാ മഹാന്മാരെയും റഹ്മാനായ റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. അവരോടുള്ള സ്നേഹം കൊണ്ട് അള്ളാഹു നമ്മയും അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഉന്നത ഗുണങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മൾ ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹുവിന്റെ റഹ്മാത്ത് ബറക്കാത്തുകളുണ്ടായി ഈ ഉന്നത ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് ജീവനം നന്നാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മരണപ്പെട്ടു പോയ എല്ലാവരെയും റഹ്മാനായ റബ്ബ് ബദരീങ്ങളോടൊപ്പം അവരുടെ നായകൻ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വആഖിറു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദഹു. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد. اللهم ألهمنا مراشد أمورنا وأعيذنا من شرور أنفسنا ومن سيئات أعمالنا. റഹ്മാനായ റബ്ബേ, യാ അല്ലാഹ്, നീ എല്ലാ മഹത്തുക്കളെയും അനുഗ്രഹിക്കണേ അല്ലാഹുവേ. മഹാന്മാരായ നബിമാരെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. സഹാബാക്കളെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പ്രത്യേകിച്ചും ബദരീങ്ങളായ മഹാന്മാരെ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. റഹ്മാനെ, അവരുടെ ഉയർന്ന ഗുണങ്ങൾ ഞങ്ങൾക്കുണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹവും ചിന്തയും പരിശ്രമവും തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, അവരുടെ ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹുവേ. അവരുടെ നമസ്കാരം ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ. അവരുടെ ദാനധർമ്മം ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, അതിന് വിരുദ്ധമായ എല്ലാ ദുർഗുണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, മഹാന്മാരുടെ മഹൽ ഗുണങ്ങൾ ഉണ്ടാക്കിയെടുത്ത് അവർ വിജയിച്ചതുപോലെ ഞങ്ങളെ നീ വിജയിപ്പിക്കണേ അല്ലാഹുവേ. ലോകം മുഴുവൻ ഞങ്ങളുടെ സഹോദരീ സഹോദരന്മാർ വലിയ കഷ്ടപ്പാടിലും പ്രയാസത്തിലുമാണ് റഹ്മാനെ. യാ അല്ലാഹ്, ബദരീങ്ങളുടെ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് വ്യക്തിജീവിതത്തിൽ വിജയം തരണേ അല്ലാഹുവേ. കുടുംബജീവിതത്തിൽ വിജയം തരണേ അല്ലാഹുവേ. നാട്ടിലും ലോകത്തും വിജയം തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ അല്ലാഹുവേ, മഹാന്മാർക്ക് നീ നൽകിയതുപോലെ ഞങ്ങൾക്ക് നീ ഉന്നതമായ സ്ഥാനങ്ങൾ തരണേ അല്ലാഹുവേ. നിന്റെ പൊരുത്തവും മഗ്ഫിറത്തും നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ച ഉയർന്ന ഉപജീവനം നൽകണേ അല്ലാഹുവേ. എല്ലാ ഖൈറുകളും തരണേ റഹ്മാനെ. എല്ലാ ഷർറുകളെ തൊട്ടും കാത്തുരക്ഷിക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ എല്ലാ രോഗികൾക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പ്രത്യേകിച്ചും അല്ലാഹുവേ, മുനീർ ഉസ്താദിന്റെ സഹോദരിക്ക് നീ പരിപൂർണ്ണ ആഫിയത്ത് നൽകണേ അല്ലാഹുവേ. വേറെയും ഞങ്ങളുടെ കുടുംബങ്ങളിൽ രോഗികളായ മുഴുവൻ ആളുകൾക്ക് നീ ആഫിയത്ത് തരണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഈ സ്ഥാപനത്തിന്, ദീനിന്റെ സ്ഥാപനങ്ങൾക്ക് സേവനം ചെയ്യുന്ന എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ, എല്ലാവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. അവരുടെ സമ്പത്തിൽ, സന്താനങ്ങളിൽ, ആരോഗ്യത്തിൽ, എല്ലാ ഖൈറായ കാര്യങ്ങളിലും ബർക്കത്ത് നൽകണേ അല്ലാഹുവേ. മാതാപിതാക്കൾക്ക് നിയ്യത്ത് ചെയ്തുകൊണ്ട് സഹായിക്കുന്നവരുണ്ട് അല്ലാഹുവേ. അതിന്റെ പ്രതിഫലം അവർക്കും മാതാപിതാക്കൾക്ക് നീ നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ അല്ലാഹുവേ, ഇവിടെ നടക്കുന്ന എല്ലാ അമലുകളും നീ കബൂലാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ മസ്ജിദുകളെല്ലാം നീ ഹയാത്താക്കണേ റഹ്മാനെ. യാ അല്ലാഹ്, ഞങ്ങളുടെ വീടുകളെല്ലാം നന്മകൾ കൊണ്ട് നീ ഹയാത്താക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, മസ്ജിദുകളിൽ പുരുഷന്മാരെല്ലാവരും ജമാഅത്തായി നമസ്കരിക്കുന്ന അവസ്ഥയുണ്ടാക്കണേ അല്ലാഹുവേ. വീടുകളിൽ സ്ത്രീകൾ കൃത്യമായി നമസ്കരിക്കുന്ന സ്വഭാവം ഉണ്ടാക്കണേ അല്ലാഹുവേ. ഞങ്ങളുടെ യാത്രകൾ, പരിപാടികൾ, പദ്ധതികൾ, പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ എല്ലാം നീ വിജയത്തിലാക്കണേ റഹ്മാനെ. അവസാനത്തെ 10 പ്രത്യേകിച്ച് നീ ഖൈറിലാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, പടച്ചവനെ, പെരുന്നാളിന്റെ ഒരുക്കങ്ങളൊക്കെ നേരത്തെ കാലത്തെ നടത്തി അവസാനത്തെ 10 ഇഅ്തികാഫിലായി കഴിച്ചുകൂട്ടാൻ തൗഫീഖ് താ അല്ലാഹുവേ. പുരുഷന്മാരെല്ലാവരും മസ്ജിദുകളിൽ ഇഅ്തികാഫിലായി കഴിച്ചുകൂട്ടാൻ തൗഫീഖ് തരണേ അല്ലാഹുവേ. സ്ത്രീകളെല്ലാവരും മുസല്ലയിൽ കഴിച്ചുകൂട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങളുടെ നന്മകൾ കണ്ട് നിന്റെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന അവസ്ഥയുണ്ടാക്കണേ അല്ലാഹുവേ. യാ അല്ലാഹ്, നിനക്ക് ഞങ്ങളോട് സ്നേഹം നൽകണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങൾക്ക് എല്ലാ ഖൈറുകളും തരണേ റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈരി ഖൽഖി സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലല്ലാഹി റബ്ബിൽ ആലമീൻ.
أشهد أن لا إله إلا الله أستغفر الله وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. اللهم اغفر لي ذنوبي يا رب العالمين. Hadi.